അപ്പോൾ ഇതാണ് ഒരു EGR സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ. അതും എമിഷൻ കൺട്രോളിൽ മറ്റൊരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ. അതെന്താണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത. സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ ഈസ് ദി process by which oxides of nitrogen contained in diesel exhaust and reduced to nitrogen and water. സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷനിലൂടെ നമുക്ക് സാധ്യമാകുന്നത് NOx-നെ കുറയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ്, നൈട്രജൻ ഓക്സൈഡിൻ്റെ എമൗണ്ട്. ഇവിടെ നൈട്രജൻ ഓക്സൈഡിനെ കൺവേർട്ട് ചെയ്യുകയാണ് നൈട്രജനായിട്ടും വാട്ടറായിട്ടും. മെയിൻ പോയിൻ്റ് അതാണ്, നൈട്രജൻ ഓക്സൈഡിനെ നൈട്രജനായിട്ടും വാട്ടറായിട്ടും കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ EGR സിസ്റ്റത്തിലൂടെ ചെയ്തിരുന്നത് NOx-ൻ്റെ എമൗണ്ടിനെ കുറയ്ക്കുക, അത് ഉണ്ടാകുന്നതിനെ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ NOx ഉണ്ടാകുന്നുണ്ട്, ആ ഉണ്ടാകുന്ന NOx-നെ കൺവേർട്ട് ചെയ്ത് നൈട്രജനും അതുപോലെ തന്നെ വാട്ടറുമാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഉള്ളത്. രണ്ടും രണ്ട് ടെക്നോളജികളാണ്. ആദ്യം ഇതിൻ്റെ പേരിനെ നമുക്കൊന്ന് നോക്കാം. സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ. അതിൽ സെലക്റ്റീവ് എന്ന് പറയുന്നത് NOx-നെ മാത്രമാണ് ഈ ഒരു കാറ്റലറ്റിക് കൺവേർട്ടർ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിരുന്നു കാറ്റലറ്റിക് കൺവേർട്ടർ ഹൈഡ്രോ കാർബൺസിനെയും നൈട്രജൻ ഓക്സൈഡ്സിനെയും കാർബൺ മോണോക്സൈഡിനെയും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ NOx-നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാറ്റലറ്റിക് കൺവേർട്ടറാണ്. കാറ്റലറ്റിക് എന്ന് പേര് വന്നത് അതിൽ കാറ്റലിസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ദെൻ റിഡക്ഷൻ, കുറയ്ക്കുന്നു, NOx-നെ റിഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ്, നൈട്രജനെ റിഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ റിഡക്ഷൻ എന്നുള്ള പേരും കൂടി വന്നത്. അങ്ങനെയാണ് സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ എന്നുള്ള പേര് ഇതിന് കിട്ടിയത്. SCR റിക്വയർസ് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്, DEF. നമ്മൾ എൻജിൻ ഓയിലൊക്കെ പോലെ വാഹനങ്ങളിൽ ഈ ഒരു സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഒരു ടാങ്ക് ഉണ്ടാകും. ഈ ടാങ്കിൽ നമ്മൾ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഇടയ്ക്കിടയ്ക്ക് നിറച്ചുകൊണ്ടിരിക്കണം. അതിന് ലെവലും കാര്യങ്ങളുണ്ടാകും, അതേപോലെ ഇത് നിറച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് എന്താണ് ഇൻക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിയ ബേസ്ഡ് സൊല്യൂഷനാണ്. ഒരു യൂറിയ ബേസ് ചെയ്തിട്ടുള്ള സൊല്യൂഷനാണ് DEF എന്ന് പറയുന്നത്, ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. XCR reduces NOx emissions up to 93%. 93% നൈട്രജൻ ഓക്സൈഡിൻ്റെ എമിഷൻ കൺട്രോൾ ചെയ്യാൻ ഒരു SCR സിസ്റ്റത്തെ കൊണ്ട് സാധിക്കും. സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് SCR. സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ സിസ്റ്റം കമ്പോണൻസ്, ബാക്കിയുള്ള കമ്പോണൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് അഥവാ DEF, രണ്ടാമത്തെ DEF ഇഞ്ചക്ടർ. ഈ ഒഴിച്ചു കൊടുക്കുന്ന ഫ്ലൂയിഡിനെ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി ഒരു DEF ഇഞ്ചക്ടർ ഉപയോഗിക്കും. ഇതാണ് DEF ഇഞ്ചക്ടർ. ഇതാണ് DEF ഒഴിച്ചു കൊടുക്കുന്ന ടാങ്ക്, അവിടെ നിന്നും ഇഞ്ചക്ടർ എത്തും. ദെൻ മിക്സിംഗ് ട്യൂബ്, ഒരു മിക്സിംഗ് ട്യൂബ് ഉണ്ട്, ഇതാണ് മിക്സിംഗ് ട്യൂബ്. SCR കാറ്റലിസ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. എക്സോസ്റ്റിൽ നിന്നും എക്സോസ്റ്റ് ഗ്യാസ് വരുന്നു, ആ വരുന്ന വഴിക്ക് SCR ഒരു ഇഞ്ചക്ടർ ഉപയോഗിച്ച് DEF-നെ സ്പ്രേ ചെയ്യുന്നു. ദെൻ അത് കാറ്റലറ്റിക് കൺവേർട്ടറിലൂടെ കടന്ന് എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നു. അതിൻ്റെ ഇടയിൽ അവിടെയുള്ള നൈട്രജൻ ഓക്സൈഡുകളെല്ലാം റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതെങ്ങനെയാണെന്നുള്ള വർക്കിംഗ് നമുക്കിവിടെ നോക്കാം. SCR വർക്ക് ബൈ ഇഞ്ചക്റ്റിംഗ് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്. അപ്പോൾ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഇവിടെ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിലൂടെയാണ് SCR NOx-നെ കുറയ്ക്കുന്നത്. DEF works in conjunction with the hot exhaust gas and catalyst to break NOx into two components of our normal atmosphere air and nitrogen. അങ്ങനെ DEF സ്പ്രേ ചെയ്തതിന് ശേഷം ഈ കാറ്റലിസ്റ്റിലൂടെ എക്സോസ്റ്റ് ഗ്യാസ് കടന്നു പോകുമ്പോൾ അവിടെ നൈട്രജനും അതുപോലെ വാട്ടർ വേപ്പറുമാക്കി NOx-നെ കൺവേർട്ട് ചെയ്യുന്നു. The NOx reduction process starts with an efficient CRD engine using that burns clean ultra lower sulfur diesel and produces inherently lower exhaust emissions. അപ്പോൾ ഈ ഒരു SCR സിസ്റ്റത്തിലെ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എൻജിൻ തന്നെയാണ്. ഒരു നല്ലൊരു CRD എൻജിൻ എന്ന് പറയുന്നത് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ചെയ്യുന്ന എൻജിൻ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന എൻജിൻ.
ഈ എൻജിനിലാണ് ഈ ഒരു സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇങ്ങനെ ഇലക്ട്രോണിക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന വാഹനങ്ങളിൽ പൊതുവേ എക്സോസ്റ്റ് എമിഷൻ കുറവായിരിക്കും. കാരണം പ്രിസൈസ് ആയിട്ടാണ് അവിടെ ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നതും ആ പ്രിസൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഫ്യൂവൽ കംപ്ലീറ്റ്ലി ബേൺ ചെയ്യുന്നത് മൂലം നമുക്കവിടെ എമിഷൻസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും അതിൽ നിന്നും വരുന്ന ബാക്കി എമിഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SCR സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതുപോലെ ദാറ്റ് ബേൺസ് ക്ലീൻ അൾട്രാ ലോ സൾഫർ ഡീസൽ, സൾഫർ വളരെ കുറഞ്ഞിട്ടുള്ള ഡീസൽ ബേൺ ചെയ്യുന്ന ഒരു CRD എൻജിനിലാണ് നമുക്ക് ഈ SCR സിസ്റ്റം വളരെ എഫക്റ്റീവായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ മറ്റൊരു പാർട്ടാണ് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ടാങ്കും അതിൻ്റെ കൂടെ പമ്പും ഉണ്ടാകും. അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് ദി വെഹിക്കിൾ ഓൺ ബോർഡ് കമ്പ്യൂട്ടർ, DEF is delivered in precisely metered spray patterns into exhaust stream just ahead of the SCR converter. ഇവിടെ SCR കൺവേർട്ടറിൻ്റെ തൊട്ട് മുന്നേ വെച്ചിട്ട്, ഇതാണ് SCR കൺവേർട്ടർ അല്ലെങ്കിൽ SCR കാറ്റലിസ്റ്റ്. ഈ SCR കാറ്റലിസ്റ്റിൻ്റെ തൊട്ട് മുന്നേ വെച്ച് ECUവിൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച്, ഇവിടെ ECU ഉണ്ട്, ECUവിൽ നിന്നും ഒരു ലൈന് ഇഞ്ചക്ടറിലേക്ക് പോയിട്ടുണ്ട്, അതേപോലെ ടാങ്കിലേക്കും പോയിട്ടുണ്ട്. ഈ SCR ടാങ്കിൽ നമ്മൾ DEF ഒഴിച്ചു കൊടുക്കും. പക്ഷേ ECU ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോഴാണ് ഇഞ്ചക്ടർ ഇവിടെ സ്പ്രേ ചെയ്യുള്ളൂ. അപ്പോൾ MAP സെൻസറിൻ്റെയും എക്സോസ്റ്റ് ടെമ്പറേച്ചർ അതേപോലെ പ്രഷർ സെൻസറുകളുടെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഇവിടെയുള്ള എക്സോസ്റ്റ് ഗ്യാസിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ടാണ് DEF ഇവിടെ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ECUയിലേക്ക് കണക്ഷൻ പോയിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് വരുന്ന എക്സോസ്റ്റിൻ്റെ ഘടന മനസ്സിലാക്കിക്കൊണ്ട് NOx-ൻ്റെ എമൗണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി റീഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള DEF ഇവിടെ സ്പ്രേ ചെയ്യുന്നു. DEF ഈസ് എ യൂറിയ ബേസ്ഡ് സൊല്യൂഷൻ. DEF എന്ന് പറയുന്നത് ഒരു യൂറിയ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. അതിൽ 67.5 ഡീഅയോണൈസ്ഡ് വാട്ടർ ആണ്, ദെൻ 32.5 യൂറിയയുമാണ്. യൂറിയ അണ്ടർ ഹീറ്റ് ഡീകമ്പോസ് ടു അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. യൂറിയ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അമോണിയയും കിട്ടും, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അമോണിയ റിയാക്ട്സ് വിത്ത് NOx ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ അമോണിയ വർക്കൗട്ട് ചെയ്യും. DEF ഈസ് റിക്വയർഡ് ഫോർ ദി സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ സിസ്റ്റം ടു ഫങ്ഷൻ. അങ്ങനെ ഇവിടെ വരുന്ന NOx-നെ വാട്ടർ വേപ്പർ ആക്കിയിട്ടും അതുപോലെ നൈട്രജൻ ആക്കിയിട്ടും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, മറ്റൊരു പാർട്ടാണ് SCR കാറ്റലിറ്റിക് കൺവേർട്ടർ. ഈ SCR കാറ്റലിറ്റിക് കൺവേർട്ടർ, ദിസ് ഈസ് വേർ ദി കൺവേർഷൻ ഹാപ്പൻസ്. ഇവിടെയാണ് കൺവേർഷൻ തുടങ്ങുന്നത്. എക്സോസ്റ്റ് ഗ്യാസസ് ആൻഡ് ആൻ ആറ്റോമൈസ്ഡ് മിസ്റ്റ് ഓഫ് DEF എൻ്റർ ദ കൺവേർട്ടർ സൈമൾട്ടേനിയസ്ലി. ഇവിടെ നിന്ന് മിക്സ് ചെയ്തിട്ടുള്ള DEFും അതേപോലെ എക്സോസ്റ്റ് ഗ്യാസ്, എഞ്ചിനാണിത്, എഞ്ചിനിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസും കൂടി മിക്സ് ചെയ്ത് കാറ്റലിറ്റിക് കൺവേർട്ടറിലേക്ക് കിടക്കുന്നു, SCR കാറ്റലിറ്റിക് കൺവേർട്ടറിലേക്ക് പ്രവേശിക്കുന്നു. ടുഗദർ വിത്ത് ദ കാറ്റലിസ്റ്റ് ഇൻസൈഡ് ദ കൺവേർട്ടർ, ദ മിക്സർ അണ്ടർഗോസ് എ കെമിക്കൽ ദാറ്റ് പ്രൊഡ്യൂസസ് നൈട്രജൻ ഗ്യാസ് ആൻഡ് വാട്ടർ വേപ്പർ. ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ നിന്ന് വരുന്ന DEF മിക്സ് ആയിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസ് നൈട്രജനായിട്ടും വാട്ടർ വേപ്പറായിട്ടും കൺവേർട്ടായി അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. ഇനി കൺട്രോൾ ഡിവൈസ്. എക്സോസ്റ്റ് ഗ്യാസ് ആർ മോണിറ്റർഡ് വിയ എ സെൻസർ ആസ് ദ ലീവ് ദ SCR കാറ്റലിസ്റ്റ്. ഇവിടെ കൺട്രോൾ ഡിവൈസ് ചെയ്യുന്നത് കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്യുക എന്നുള്ളതാണ്. ഫീഡ്ബാക്ക് ഈസ് സപ്ലൈഡ് ടു ദി മെയിൻ കമ്പ്യൂട്ടർ ടു ആൾട്ടർ ദി DEF ഫ്ലോ ഇൻ ടു NOx ലെവൽസ് ഫ്ലക്ച്വേറ്റ് ബിയോണ്ട് ആക്സെപ്റ്റബിൾ പാരാമീറ്റേഴ്സ്. ഈ കാണുന്നതാണ് കൺട്രോളർ, അമോണിയ സെൻസർ കൺട്രോളർ. DEFൽ നിന്നും അതേപോലെ എക്സോസ്റ്റ് ഗ്യാസും കൂടി മിക്സ് ചെയ്ത് കാറ്റലിസ്റ്റിലെത്തുന്നു. കാറ്റലിസ്റ്റിൽ വെച്ച് എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് നൈട്രജനായിട്ടും അതേപോലെ വാട്ടർ വേപ്പറായിട്ടും കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഈ അമോണിയ സെൻസർ സെൻസ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് ECUയിലേക്ക് ഒരു വിവരം കൈമാറുന്നു. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് NOxും വാട്ടർ വേപ്പറുമായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ DEFൻ്റെ എമൗണ്ട് കൂട്ടിക്കൊടുക്കാൻ ECU ഇഞ്ചക്ടറിന് ഒരു കമാൻഡ് കൊടുക്കുന്നു. അപ്പോൾ ഇഞ്ചക്ടർ അതിനനുസരിച്ചിട്ട് ഇവിടെ എമൗണ്ട് കൂട്ടുന്നു. കംപ്ലീറ്റ് എക്സോസ്റ്റ് ഗ്യാസിനെയും NOxും അതുപോലെ വാട്ടർ വേപ്പറുമാക്കി കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ
DEFൻ്റെ എമൗണ്ടിൽ കൂടുതൽ എമൗണ്ട് കാണുകയാണെങ്കിൽ അപ്പോഴും കൺട്രോളർ ഇവിടുന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നു, ECU ഇഞ്ചക്ടറിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്നു. അങ്ങനെ കൃത്യമായിട്ട് സെൻസ് ചെയ്ത് ഇന്നലെ നമ്മൾ പഠിച്ചതാണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ സെൻസ് ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് ഇഞ്ചക്ടറിലൂടെ DEFനെ സ്പ്രേ ചെയ്യിക്കാൻ ഈ ഒരു അമോണിയ സെൻസർ കൺട്രോളർ അല്ലെങ്കിൽ കൺട്രോൾ ഡിവൈസിനെ കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എൻജിൻ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ അതുപോലെ സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ, ഈ രണ്ട് ടെക്നോളജികളെ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക. ഫോർ 2010 the Environmental Protection Agency requires that diesel truck emissions contains a 97% reduction in their sulfur content. അപ്പോൾ 2010 എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന് പറയുന്നത് അമേരിക്കയുടെ എൻവയോൺമെൻറ്റൽ കൺട്രോൾ ബോർഡാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന് പറയുന്നത്. അവർക്ക് ഡീസൽ എൻജിനിൽ ഉണ്ടാകുന്ന ഡീസൽ ട്രക്കുകളിൽ ഉണ്ടാകുന്ന എമിഷൻ 97% റിഡക്ഷൻ ചെയ്യേണ്ടി വന്നു, അതിൻ്റെ സൾഫർ കണ്ടൻറ്റിലും എല്ലാത്തിലും. എൻജിൻ മാനുഫാക്ചേഴ്സ് ഹാവ് കം അപ്പ് വിത്ത് 2 അഡ്വാൻസ്ഡ് പൊല്യൂഷൻ കൺട്രോൾ ടെക്നോളജി ഓപ്ഷൻസ് ഫോർ കാർസ്, ട്രക്സ് ആൻഡ് ബസ്സസ് വിച്ച് ഇൻക്ലൂഡ്. അങ്ങനെ 2 മെയിനായിട്ടുള്ള കൺട്രോൾ ടെക്നോളജീസാണ് അന്ന് കൊണ്ടുവന്നത്. കാറുകളിലും അതുപോലെ ട്രക്കുകളിലും ബസ്സുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന 2 മെയിൻ ടെക്നോളജികളാണ് അന്ന് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നിട്ടുള്ള 2 എണ്ണമാണ്, ഒന്ന് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷനും മറ്റൊന്ന് സെലക്റ്റീവ് കാറ്റലിസ്റ്റിക് റിഡക്ഷനും. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഈസ് ആൻ അതർ വേ ടു റെഡ്യൂസ് NOx ഫോർമേഷൻ. NOx ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരൊന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ടെക്നോളജി. ഇൻ ആൻ EGR സിസ്റ്റം എൻജിൻ എക്സോസ്റ്റ് ഈസ് റീസൈക്കിൾഡ് ബാക്ക് ത്രൂ ദി എൻജിൻ ടു ഡയല്യൂട്ട് ദ ഓക്സിജൻ. EGR സിസ്റ്റത്തിൽ ചെയ്യുന്നത് ഒന്നുകൂടി ചുരുക്കി പറയുകയാണ്, എക്സോസ്റ്റ് ഗ്യാസിനെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് കടത്തിവിട്ട് അവിടെയുള്ള ഓക്സിജനെ ഡയല്യൂട്ട് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയാണ്. ആൾമോസ്റ്റ് ഓൾ എൻജിൻ മാനുഫാക്ചേഴ്സ് യൂസ് എ ഫോം ഓഫ് EGR as it takes both EGR and SCR to achieve near zero NOx emissions. അതുപോലെ രണ്ടും കൂടി ഒന്നിച്ച് ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. EGRും SCRും കൂടി ഒരുമിച്ച് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഏകദേശം 0 NOx എമിഷൻ വരെ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 97% അല്ലാതെ 100% നൈട്രജൻ ഓക്സൈഡിനെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു പൊല്യൂഷനും ഇല്ലാത്ത വാഹനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഓക്സൈഡിൻ്റെ പൊല്യൂഷൻ ഇല്ലാതെ, ബാക്കി ഹൈഡ്രോ കാർബൺസും അതുപോലെ കാർബൺ മോണോക്സൈഡും ഒഴിവാക്കുന്ന മെത്തേഡല്ല ഇവിടെ പറയുന്നത്. നൈട്രജൻ ഓക്സൈഡിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഇറങ്ങുന്ന വാഹനങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. വൈ സ്റ്റാൻഡ് അലോൺ EGR സിസ്റ്റംസ് ഹെൽപ്പ് ടു റെഡ്യൂസ് NOx. പക്ഷേ EGR മാത്രമുള്ള വാഹനങ്ങളിൽ NOx മാത്രം ഒഴിവാക്കാനേ പറ്റുള്ളൂ. ദർ ആർ സം ഡിസഡ്വാൻറ്റേജസ്. അവിടെ കുറച്ച് ദോഷഫലങ്ങളും ഉണ്ട്. കാരണം NOx മാത്രമേ അവിടെ റിഡക്ഷൻ ചെയ്യുന്നുള്ളൂ, പകരം അവിടെ ഹൈഡ്രോ കാർബൺസും കാർബൺ മോണോക്സൈഡും ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട്. സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ ഈസ് ആൻ എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ദാറ്റ് ഇഞ്ചെക്ട്സ് എ സ്മാൾ എമൗണ്ട് ഓഫ് എ കെമിക്കൽ കോൾഡ് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഇൻ ടു ദി എക്സോസ്റ്റ്. അപ്പോൾ ഈ സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷനിൽ ചെയ്യുന്നത് ഇവിടെ ഒരു DEF നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, ഒന്ന് ചുരുക്കി പറയുന്നതാണ്. DEFനെ സ്പ്രേ ചെയ്യിക്കുകയാണ്. എക്സോസ്റ്റ് ഗ്യാസിലേക്ക് DEFനെ സ്പ്രേ ചെയ്യിക്കുന്നു. DEF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്. DEF ഈസ് മിക്സ്ഡ് വിത്ത് എക്സോസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ടേണിംഗ് NOS അഥവാ NOx എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. DEF ഈ എക്സോസ്റ്റ് ഗ്യാസിലേക്ക് മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിലുണ്ടാകുന്ന NOxനെ നൈട്രജനായിട്ടും അതേപോലെ വാട്ടർ വേപ്പറായിട്ടും കൺവേർട്ട് ചെയ്യുന്നു. ഇനി NOx മൂലം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NOx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഹാംഫുൾ പൊല്യൂട്ടൻ്റ്, വളരെ ഹാംഫുൾ ആയിട്ടുള്ള മാരകമായിട്ടുള്ള ഒരു വിഷപദാർത്ഥമാണ് NOx എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു സ്മോഗ് ആൻഡ് ആസിഡ് റെയിൻ. ഇത് വലിയ വലിയ നഗരങ്ങളിൽ സ്മോഗ് ഉണ്ടാക്കാനും പുകമഞ്ഞ് പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാനും അതുപോലെ അമ്ലമഴ ആസിഡ് റെയിൻ ഉണ്ടാക്കാനും ഇത് കാരണമാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള NOxനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഹാംലെസ് നൈട്രജൻ ആൻഡ് വാട്ടർ വേപ്പർ, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത മാരകമല്ലാത്ത നൈട്രജനും അതുപോലെ
വാട്ടർ വേപ്പറുമാക്കി കൺവേർട്ട് ചെയ്യാൻ സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. മെജോറിറ്റി ഓഫ് ദി എൻജിൻ മാനുഫാക്ചേഴ്സ് ഹാവ് ആഡഡ് SCR ടു ദെയർ എക്സോസ്റ്റ് സിസ്റ്റംസ്. മെയിൻ വാഹനങ്ങളിലെല്ലാം പുതിയ ഉപയോഗിക്കുന്ന മാനുഫാക്ചേഴ്സ് എല്ലാം SCR ടെക്നോളജി അവരുടെ വാഹനങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് വോൾവോ, മാക്ക്, ഡാംബ്ലർ, ഹിനോ ഒക്കെ പോലുള്ള വാഹനങ്ങളൊക്കെ ഇതേപോലുള്ള SCR സിസ്റ്റം അവരുടെ വാഹനങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള വോൾവോ, അതേപോലെ മാക്ക്, ഡാംബ്ലർ, ഹിനോ എന്നൊക്കെ പറയുന്നത് ട്രക്കുകളുടെ കമ്പനികളാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വോൾവോനെ കുറിച്ചും മാക്കിനെ കുറിച്ചും ഡാംബ്ലറിനെ കുറിച്ചും, ഡാംബ്ലർ എന്ന് പറയുന്നത് ബെൻസിൻ്റെ ആണ്, ദെൻ ഹിനോനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ സാധിക്കും. ദെൻ അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് EGR സിസ്റ്റത്തിൻ്റെയും SCR സിസ്റ്റത്തിൻ്റെയും. EGR സിസ്റ്റത്തിലാണെങ്കിൽ റിഡ്യൂസസ് ഓവറാൾ എൻജിൻ എഫിഷ്യൻസി കുറയ്ക്കും എന്നുള്ളത് അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. അതുപോലെ ലാർജ് കൂളിംഗ് സിസ്റ്റം, അവിടെ ഒരു കൂളിംഗ് കൂളിംഗ് ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് അവിടെ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ദെൻ എക്സോസ്റ്റ് ബാക്ക് പ്രഷർ, എക്സോസ്റ്റിൽ ബാക്ക് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അഡീഷണൽ എൻജിൻ കമ്പോണൻസ് ഒന്നുകൂടി കൂടുകയാണ്. റീസർക്കുലേറ്റ് 30% എക്സോസ്റ്റ്, 30% എക്സോസ്റ്റിനെയാണ് ഇതിൽ കൂടെ റീസർക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്ക് പ്രഷർ സെൻസർ ആവശ്യമുണ്ട്. അതേപോലെ ഇവിടെ വേറൊരു അതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ഫ്ലൂയിഡ് ആവശ്യമില്ല. SCRലാണെങ്കിൽ ഫ്ലൂയിഡ് ആവശ്യമുണ്ട്. അതേപോലെ ഇൻക്രീസ്ഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, ഇതൊരു ഡീമെറിറ്റ് ആണ്, ദോഷമാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് മറ്റുള്ള SCRനെ അപേക്ഷിച്ച് കൂടുതലാണ്. SCRലാണെങ്കിൽ മോർ പവർ, നല്ല പവർ ഉണ്ടാകും, ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലാണ്. ലാർജർ സർവീസ് ഇൻ്റർവെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓരോ കൊല്ലം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോഴൊക്കെ അത് മെയിൻ്റനൻസ് ചെയ്താൽ മതിയാകും. റിലയബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി, നല്ല ഡ്യൂറബിലിറ്റി ഉണ്ടാവും, റിലയബിലിറ്റി ഉണ്ടാവും. അതേപോലെ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ആൻഡ് SCR ചേമ്പർ നെവർ റിക്വയർ സർവീസ്, SCR ചേമ്പറിന് അവിടെ ഒരു സർവീസേ ആവശ്യം വരുന്നില്ല, കാരണം കംപ്ലീറ്റ് സൂട്ടും അവിടെ ഇല്ലാതായി പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള SCR കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇതോടുകൂടി നമ്മൾ ഈ ഒരു എമിഷൻ കൺട്രോൾ സിസ്റ്റം എന്നുള്ള മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ നമ്മൾ പുതിയ മൊഡ്യൂളുമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ ഒരു മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.